Hello students. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലൈഡ് കാണാം. നെയിം ഓഫ് കമ്മിറ്റീസ് ആൻഡ് സെറ്റപ്പ് ഇയർ. അപ്പോൾ ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ തന്നെ ഇന്നത്തെ ക്ലാസ് എന്താണ് എന്ന് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവും. സോ മീഡിയ പോളിസീസ് എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരുപാട് തവണ ഇത്തരം കമ്മിറ്റീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ കമ്മിറ്റീസിനെയും നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. പ്രീവിയസ് ഇയറിൽ ചോദിച്ച റിപ്പീറ്റഡ് ആയി ചോദിച്ച ഒരു 4-5 കമ്മിറ്റീസ് ഉണ്ട്, കമ്മീഷൻസ് ഉണ്ട്. സോ ആ കമ്മീഷൻസ് ഒക്കെ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ഒരു സ്ലൈഡ് നോക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ഹച്ചിൻസ് കമ്മീഷൻ 1947 ഇയർ വ്യക്തമല്ലെങ്കിൽ ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡോക്യുമെന്റ് അയച്ചു തരുന്നതാണ്. ദെൻ എസ് കെ പട്ടേൽ കമ്മിറ്റി 1951, അതേ സമയത്ത് തന്നെ ഫിലിം എൻക്വയറി കമ്മിറ്റി വന്നിട്ടുണ്ട്. 1964ലാണ് ചന്ദ കമ്മിറ്റി വന്നിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ വിദ്യാലങ്കാർ കമ്മിറ്റി 1964 തന്നെ വന്നതാണ്. ഖോസ്ല കമ്മിറ്റി 1969. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു കമ്മിറ്റി കുൽദീപ് നയ്യാർ കമ്മിറ്റി 1977. വർഗീസ് കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്, 1977. അതുപോലെ മാക്ബ്രൈഡ് കമ്മീഷൻ, അതിൽ മെനി വോയിസസ് വൺ വേൾഡ് എന്ന ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരാറുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ് ആ ഒരു ബുക്ക് ഉൾപ്പെടുത്തുന്നത്, ആ ഒരു റിപ്പോർട്ട് എന്തിനെ ഉദ്ദേശിച്ചാണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ മാക്ബ്രൈഡ് കമ്മീഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് ഇൻ 1977. അപ്പോൾ ഈ ഒരു കുൽദീപ് നയ്യാർ കമ്മിറ്റിയും വർഗീസ് കമ്മിറ്റിയും മാക്ബ്രൈഡ് കമ്മീഷനും ഒക്കെ 1977 ആണ്. അതുപോലെ പി സി ജോഷി കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്. 1982 സർക്കറിയ കമ്മീഷൻ, വർധന കമ്മിറ്റി is important. വർധന കമ്മിറ്റി, സെൻഗുപ്ത, പസ്വാൻ കമ്മിറ്റി, ശരത് പവാർ കമ്മിറ്റി, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റീസ്. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു മീഡിയ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ വി ഓൾസോ പ്രസന്റഡ് ദ തീം ഓഫ് സാധാരണീകരൺ. സാധാരണീകരൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ടേമിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് സാധാരണീകരൺ? ഈ ഒരു പേരിൽ തന്നെ നമുക്കറിയാം സാധാരണ, അല്ലെ? സോ സാധാരണീകരൺ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡ് ആണ്, which means common എന്ന് തന്നെയാണ്. കോമൺനെസ് എന്ന് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്കും ഡിറൈവ് ചെയ്യാനുള്ള ഒരു റീസൺ, അല്ലെ? സോ കോമൺ എന്നാണ് സാധാരണീകരൺ. ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ് ആൻഡ് which can be achieved only among സഹൃദയാസ്. Okay, people with the capacity to receive messages. So this is an innate ability acquired through culture, adaptation, or learning. So the focus here is not on the sender but the receiver of the message. So ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മീഡിയ പോളിസീസിനെ കുറിച്ചും ഒക്കെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സോ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം? ഇറ്റ് ഈസ് എ considerable part of our communication activities take place through the media. Communication technology has equipped us to overcome constraints of distance and time, and it enables us to interact with each other without being in face-to-face situations. In addition, mediated communication exposes us to varied experiences and makes us aware of new people, things, and events. മാസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോമ്പോണന്റ് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ മാസ് മീഡിയയുടെ യൂസസ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇന്ത്യ ഈസ് കൺസിഡേർഡ് മോസ്റ്റ് ക്രൂഷ്യൽ ഇൻ ദ ചലഞ്ചസ് ടു മൊബിലൈസ് പീപ്പിൾ ഫോർ ഡെവലപ്മെന്റ് activities. So therefore there must be a communication policy, and more specifically a mass media policy. So here we are discussing about the policies, mass media
policies in each country. ഓരോ കൺട്രിയിലും പ്രത്യേകതരം ഒരു policy follow ചെയ്തിരിക്കണം അല്ലെ. So the policy should give direction to the programs which are channeled through various mass media networks. Okay. So communication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്? If you have pointed out the government provisions which makes it obligate to telecast one Doordarshan channel on cable TV, and the decision concerning permission to carry advertisements on hitherto taboo subjects of tobacco and liquor products. Both these decisions have a bearing on cable TV policy. Okay, so avade oru policy varunundu, cable TV policy. Cable TV policy വെച്ചിട്ട് ഒരു ചാനൽ എന്ത് സംപ്രേഷണം ചെയ്യണം എന്നത് കാര്യങ്ങളെല്ലാം ഈ ഒരു കേബിൾ TV policy വെച്ചിട്ടായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. So in this section we shall consider the problems related to the installation and maintenance of communication technology and those that come up when one conducts research on any topic in communication. So ഒരു നോയ്സ് എന്നൊരു ബാരിയറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നടക്കുന്ന ഒരു ബാരിയർ ആണ്. You have studied about the concept in the communication process, alle? So you aware that it creates problems of miscommunication or even lack of communication. ഈ ഒരു നോയ്സ് കാരണം സംഭവിക്കുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഒരുപാട് ബാരിയേഴ്സ്, ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സും സെമാൻറ്റിക് ബാരിയേഴ്സും അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. The first major invention which helped to cope with communication related problems was language in both its oral and written forms. Then came special tools and materials for recording messages about material objects and for transferring these messages from one person to another. So അതിനു ശേഷം വന്ന ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ് ആയിരുന്നു അല്ലെ. അതിനുശേഷം നമുക്ക് ഒരുപാട് പത്രങ്ങളെ കുറിച്ചുള്ള ധാരണകളും ഒക്കെ ഉണ്ടായി. And we have experienced this extraordinary revolution in communication only for a limited period. എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So this is the reason why the problems of modern communication are still new and challenging. A communication and mass media policy would have to explore the nature and extent of these problems. Okay, so technology oriented problems എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് നോക്കി. ടെക്നോളജി ഓറിയന്റഡ് പ്രോബ്ലംസ് ഉണ്ട്. മാസ് മീഡിയ സിസ്റ്റംസ് may fail to perform their functions when unplanned use of such technology creates problem. For instance, communication resources can be concentrated in a few centers alone. Mass media may be misused by the owners to exercise their power, or the media content may be manipulated to give as a result of the communication biases. So അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് every decision that is taken should be a part of the policy എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പം എന്തൊക്കെയാണ് ആ ഒരു പോളിസീസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ പോളിസി നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒരു പോളിസി? വാട്ട് ഇസ് എ പോളിസി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലെ. ഒരു പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും. ആൻഡ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ടു ഹെൽപ്പ് ഇൻ ദ ടാക്ലിംഗ് ഓഫ് പ്രോബ്ലംസ് വിച്ച് മേ ബി ഫേസ്ഡ് ബൈ എ സൊസൈറ്റി ഇൻ പർട്ടിക്കുലർ ഫീൽഡ്. എ സോഷ്യൽ പോളിസി വുഡ് ഫെസിലിറ്റേറ്റ് the framing and implementation of action programs to solve social problems. In the same way, a communication policy is formulated in response to the challenges of new communication technologies. We can define communication policy as action-oriented principles. Action-oriented principles. Okay. Outlining objectives and means of achieving objects, focusing on what needs to be done and what is to be avoided in dealing with
current and anticipated communication problems. So policy making is a complex dynamic process and involving different kinds of inputs. The role of communication policy എന്ന് പറയുന്നത് എന്താണ്? Communication policy should be based on an understanding of the totality of communication problems. Totality of communication problems. ഇത്തരത്തിലുള്ള പോളിസികൾ എയിം ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു സൊസൈറ്റിയുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻസിനെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനെ എത്തിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പോളിസിയുടെ റോൾസ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുക? ഒന്ന്, ലാംഗ്വേജ് ഒരു പ്രശ്നമായിരിക്കും. പലർക്കും പല ഭാഷകളും അറിയാത്ത പ്രശ്നം വരും. ഈവൻ മലയാളികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തൊരു പ്രശ്നം വലിയൊരു പ്രശ്നമാണ് അല്ലെ? സോ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരിക്കും. അതുപോലെ റീജിയൻ ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴുള്ള ഒരു പ്രശ്നം. ആൻഡ് പൊളിറ്റിക്കൽ എക്കോണമി ഒരു പ്രോബ്ലമാണ്. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. പൊളിറ്റിക്കൽ എക്കോണമി. ദെൻ ചില റെഗുലേഷൻസ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. റെഗുലേഷൻസ്, കൾച്ചർ, അതുപോലെ ടെക്നോളജി പലർക്കും പുതിയ ടെക്നോളജിയെ കുറിച്ച് അറിയാത്ത ഓൾഡ് ജനറേഷൻസ് ഇപ്പോഴും ഉണ്ട്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സോഷ്യൽ പോളിസീസ് എന്തൊക്കെയായിരിക്കും? സോഷ്യൽ പോളിസീസ് എന്തൊക്കെയാണ്? ഒരുപാട് അഗ്രികൾച്ചറൽ പോളിസീസ് ഉണ്ട് അല്ലെ? ഒരു സൊസൈറ്റിയിൽ നമ്മൾ താമസിക്കുമ്പോൾ ഒരുപാട് പോളിസീസ് ഉണ്ട്. അഗ്രികൾച്ചറൽ ഉണ്ട്, ഇൻഡസ്ട്രിയൽ പോളിസീസ് ഉണ്ട്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു പോളിസി ഉണ്ട്. ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസീസ് ഉണ്ട്. ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസീസ് ഉണ്ട്. നമ്മൾ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അത് ഒരു പോളിസി വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എൻവിറോൺമെന്റിന്റെ പോളിസീസ് ഉണ്ട്. ദെൻ പോപ്പുലേഷൻ ആൻഡ് ഹെൽത്ത് പോളിസീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പോളിസീസ് ഉണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ് ഓഫ് totality of communication problems and communication goals of society. So ഒരു communication policy എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു അനാലിസിസ് ആയിട്ടുള്ള ഒരു totality of total communication problemsന് വരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഗോൾസ് ഓഫ് സൊസൈറ്റിയും എല്ലാം ചേർന്നിട്ട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. ഒരു മാസ് മീഡിയ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മാസ് മീഡിയ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമുക്കറിയാം, ഇൻഫോർടൈൻമെന്റ് അല്ലെ? ഇൻഫോർടൈൻമെന്റ് എന്നൊരു വേർഡ് തന്നെ നമുക്ക് അതിൽ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇൻഫോർമേറ്റീവ്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, മോട്ടിവേഷൻ, പെർസുവേഷൻ ആൻഡ് റെക്കഗ്നീഷൻ, എക്സ്പ്രഷൻ, ഇൻഫ്ലുവൻസ് എന്നൊക്കെ നമുക്ക് അതിലൊരു നീഡ്സ് ആയിട്ട് പറയാം. അതുപോലെ എഡ്യൂക്കേഷണൽ പോളിസി, കൾച്ചറൽ പോളിസി, ടൂറിസം പോളിസി അല്ലെ? സോ ഒരു മാസ് മീഡിയയും സൊസൈറ്റിയും തമ്മിൽ അത്രയും റിലേഷൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഒരു പോളിസീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്തൊക്കെ പോളിസീസ് ആണ് ഉള്ളത്? The main issues are not just ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ ഡെവലപ്മെന്റോ ഇത് മാത്രമൊന്നും അല്ല ഒരു മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്. There are more fundamental issues concerned with the basic role of communication. ഒന്ന് എന്ന് പറയുന്നത് the role of ഗവൺമെന്റിന്റെ ഒരു റോള്, and the mode of financing communication services. Then basic access to communication independent of the economic ability to pay for essential services. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണിപ്പോൾ ഇത്ര നേരം സംസാരിച്ചതും ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ പോളിസീസ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നമുക്കതിൽ
മാസ് മീഡിയ പോളിസി എങ്ങനെ ഫോർമുലേറ്റ് ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അതൊക്കെ ഇനി കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നോട്ട്സ് തന്നാൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ നമുക്ക് let's now examine the regulations that have been implemented by the government when press, radio, TV and film. So ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത് ഒരു പ്രസ് ലോ എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കുക എന്നതാണ്. പ്രസ് ലോ, ഇനി നിങ്ങളുള്ളതൊക്കെ ഇയേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. പ്രസ് ലോ എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കുക എന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യം എടുത്തത്. അതൊരു 1947, അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ടൈമിലാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായത്. ഈ ഒരു കമ്മിറ്റി എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ, ടു റിവ്യൂ ദി എക്സിസ്റ്റിംഗ് പ്രസ് ലോസ്. ഓൾറെഡി ഉള്ള പ്രസ് ലോസിനെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് അത് എന്തൊക്കെയാണ്, നല്ലതാണോ, അത് യൂസ്ഫുൾ ആണോ, ഇത്തരം കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി വന്ന ഒരു കമ്മിറ്റിയാണ് പ്രസ് ലോ എൻക്വയറി കമ്മിറ്റി. And the outcome was the passing of the Press Act amending Article 19(2) amend ചെയ്തു by adding various restrictions. ഇതില് various restrictions add ചെയ്തുകൊണ്ടുള്ള ഒരു അമെൻമെന്റ് ഉണ്ടായി. നമുക്കറിയാം ആർട്ടിക്കിൾ 19 പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. സോ this act amending Article 19(2) by adding various restrictions. The press agitated but to no avail. The government constituted. അങ്ങനെയാണ് the first press commission എന്നൊരു സംഭവം പിന്നീട് വരുന്നത്. ഫസ്റ്റ് പ്രസ് കമ്മീഷൻ വരുന്നു. ഫസ്റ്റ് പ്രസ് കമ്മീഷൻ. ഫസ്റ്റ് പ്രസ് കമ്മീഷന്റെ ചെയർമാൻഷിപ്പ് അന്ന് ആദ്യം ഉണ്ടായിരുന്നത് ജസ്റ്റിസ്, ഇത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, GS രാജാധ്യക്ഷയാണ്. ജസ്റ്റിസ് GS രാജാധ്യക്ഷ. 1952 ഇങ്ങനെ ഒരു കമ്മീഷൻ വരുന്നത്, സെപ്റ്റംബർ 23. The commission presented its reports ഒരു 2 വർഷങ്ങൾക്ക് ശേഷം 1954 ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1954. Among other recommendations, it advised എന്തായിരുന്നു, മറ്റ് ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രസ് കമ്മീഷനും സെക്കൻഡ് പ്രസ് കമ്മീഷനും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഓരോ റെക്കമെൻഡേഷൻസും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫസ്റ്റ് പ്രസ് കമ്മീഷൻ ഒരു റെക്കമെൻഡേഷൻ വെച്ചത് ഒരു പ്രസ് കൗൺസിൽ കൊണ്ടുവരണം എന്നൊരു അഡ്വൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വരണം എന്നായിരുന്നു. A code of ethics, the appointment of press registrar വരണം, അതിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടാവണം. ആൻഡ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, ഒരു സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ വരണം. മിനിമം, അതുപോലെ ബേസിക് വേജസ് ഫോർ വർക്കിംഗ് ജേർണലിസ്റ്റിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പ്രസ് കമ്മീഷനിലാണ്. ബേസിക് വേജസ് ഫോർ വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഇവിടെ ഒരു പ്രൈസ് പേജ് ഷെഡ്യൂളിനെ കുറിച്ചുമുള്ള ഒരു സംസാരം കൂടി ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രൈസ് പേജ് ഷെഡ്യൂളും ബേസിക് വേജസും സ്റ്റേറ്റ്മെന്റ് വൈസിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം എന്തായിരുന്നു റെക്കമെൻഡേഷൻസ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ. Another major committee to promote the growth of small newspapers called Enquiry Committee. Enquiry Committee on small newspapers was appointment as the chairmanship of P.R. Divakar. P.R. Divakar എന്ന ആളുടെ ചെയർമാൻഷിപ്പിൽ പിന്നെ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു. 1956 ഈ ഒരു കമ്മിറ്റി വന്നത്. ഒരു മാർച്ച് 9, 1956 P.R. ദിവാകറിന്റെ അണ്ടറിൽ ഒരു കമ്മിറ്റി വന്നു. അവര് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഇയർ ആണ് 1956 കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എൻക്വയറി കമ്മിറ്റി ആ സമയത്ത് വന്നു. അപ്പം there is an
repeated charge that the government, for reasons best known to itself, is not interested in framing a communication policy. അങ്ങനെ ഒരു communication policy frame ചെയ്യണം എന്ന കാര്യത്തിൽ ഗവൺമെന്റിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. Though policies have been announced in other sectors like agriculture, industry, education, health, ഇതിലൊക്കെ policies കൊണ്ടുവന്നിരുന്നു, and even tourismത്തിലും ഉണ്ടായിരുന്നു. The same has not been done in the case of the mass media. പക്ഷേ mass mediaക്ക് അങ്ങനെ policies കൊണ്ടുവരണം എന്നൊരു അത്തരത്തിലൊരു ചൂടൊന്നും നമ്മുടെ ഗവൺമെന്റിന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. The position can be summarized in what Mrs. ഇന്ദിരാ ഗാന്ധിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത്. Indira Gandhi said on returning to power in 1980. 1980 തിരിച്ചു വന്നതിന് ശേഷം it was necessary to keep control over all India radio and TV to correct the imbalances created by the free press. So let's now examine the recommendations of some of the committees appointed by the central government to advise it on the form, structure, ownership and content of broadcasting in India. So ഇനിയാണ് നമ്മൾ ആ കഥയിലേക്ക് എത്തുന്നത്, അത്തരത്തിലുള്ള കമ്മിറ്റികൾ. So that is Chanda Committee. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചന്ദ കമ്മിറ്റി, Kuldeep Nayar Committee. Next we are discussing about Varghese Committee. What is a Varghese Committee? Then working group on software and other committees എന്തൊക്കെയാണ്. What is then Prasar Bharati Act എന്തായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കണ്ട് മാത്രം നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണാൻ പോവുക. സോ ഇതിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്താണ് ഒരു മീഡിയ പോളിസീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഗവൺമെന്റിന് അത്തരത്തിലൊരു മീഡിയ പോളിസീസ് സ്വീകരിക്കാനോ ഒരു കമ്മിറ്റി മീഡിയയിലെ പ്രസ് പീപ്പിൾസിന്റെ പ്രശ്നങ്ങൾ അറിയണമെന്നോ അങ്ങനെയൊന്നും ഒരു ഗവൺമെന്റിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 1980 അതായത് 1975 അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ആ ഒരു സമയത്താണ് എമർജൻസി ഒക്കെ ഉണ്ടായിരുന്നത്, നാഷണൽ എമർജൻസി പീരീഡ് അല്ലെ. ആ ഒരു കാലത്തിനൊക്കെ ശേഷം വീണ്ടും റൂളിംഗിൽ വന്ന സമയത്ത് 1980 വന്ന സമയത്താണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പിന്നീട് അങ്ങോട്ട് ഓരോ കമ്മിറ്റികൾ ഓരോ കാര്യങ്ങൾ എൻക്വയറി നടത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കുറെ റെക്കമെൻഡേഷൻസ് കൊടുത്ത് കുറെ അഡ്വൈസസ് കൊടുത്ത് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് കമ്മിറ്റി പറഞ്ഞത് എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.